Hello guys, ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ എന്താണെന്ന് നിങ്ങൾ തംബ്നെയിൽ തന്നെ കണ്ടാണ്. Yes guys, can I spend a day in Varkala with this 500 rupees? നമ്മൾ ഇന്നത്തെ ഒരു one day in Varkala. It's the most expensive tourist spot in Trivandrum. So let's get into the video guys. So hello guys. So നമ്മുടെ ഈ ഷോർട്ട് ട്രിപ്പിന് വേണ്ടിയുള്ള ബാക്ക് പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ബാഗ് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ തന്നെ വയ്ക്കാം. എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു ക്യാമറ ബാഗാണ്. സോ ഇതിനകത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഉൾപ്പെടെ എൻ്റെ ട്രൈപോഡും മൈക്കും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കൊണ്ടുവന്നത്. സോ ഇതും ഇതിനകത്ത് കയറ്റിയിട്ട് നമ്മൾ ഓഫ് ടു KSRTC ബസ് സ്റ്റാൻഡ്. ഹലോ ഗൈസ്, സോ ഹിയർ അറ്റ് ദ ഗ്രേറ്റ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ട്രിവാൻഡ്രം. സോ നമ്മൾ ഇതടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. യെസ്, ആ പോവാം ഗൈസ്. ഗൈസ്, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എന്തുവാ ഗൈസ്, ഇത് ഒരുമാതിരി ഷോപ്പിംഗ് മോൾ പോലെ ഇരിക്കുന്നത് ഗൈസ്. ഇത് ഇപ്പം നമുക്കാണെങ്കിൽ ഞാൻ കുറെ ദിവസമായി. സോ ഇത് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അല്ലാത്ത കിടില ഗവൺമെന്റ്, സൂപ്പർ ഗവൺമെന്റ്. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ് നമ്മുടെ ടിക്കറ്റ് എൻക്വയറി ആണ് ഗൈസ്. പക്ഷേ ഇത് ഇവിടെ എൻക്വയറി ചെയ്യാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. സോ നെക്സ്റ്റ് അതൊന്ന് എൻക്വയറി ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ബൈ. ഹലോ ഗൈസ്, സോ ഞാൻ അത് എൻക്വയറി ചെയ്തായിരുന്നു. സോ അവർ പറയുന്നത് വർക്കലയിലോട്ട് ത്രൂ ബസ്സില്ല. സോ തമ്പാനൂർ ടു കല്ലമ്പലം, കല്ലമ്പലത്തിൽ ഇരുന്ന് വർക്കലയാണ്. സോ കല്ലമ്പലം വരെ 60 റുപ്പീസും വർക്കല വരെ 40 റുപ്പീസും. സോ ഇറ്റ്സ് അറൌണ്ട് 100 റുപ്പീസ്. സോ 100 റുപ്പീസിന് പോയിട്ട് വരാൻ നമ്മുടെ ബഡ്ജറ്റ് 500. സോ 100 റുപ്പീസ് കൊടുക്കുമ്പോൾ നമുക്ക്, എനിക്ക് അതിനെക്കാട്ടി ഒരു കിടിലം ഐഡിയ തോന്നുന്നുണ്ട് ഗൈസ്. യെസ് ഗൈസ്, നേരത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി ചോദിച്ചപ്പോൾ കണ്ടല്ലോ 100 റുപ്പീസ് പെർ ടിക്കറ്റ് എന്ന് പറഞ്ഞു ഫ്രം ഹിയർ ടു വർക്കല. സോ 100 റുപ്പീസിന് നമ്മുടെ സ്കൂട്ടറിൽ ആക്റ്റീവ അതിൽ പെട്രോൾ അടിച്ചാൽ അങ്ങോട്ട് പോവാം, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 100 റുപ്പീസിന് അടിക്കാം. സോ it would be more comfortable and എനിക്ക് നിർത്തി ഓരോ സ്ഥലത്തിലും പോവാം. So I think it's more reliable and comfortable, so I chose this. So yes guys, നമുക്ക് പോവാം. ഗൈസ്, ഇതാ 100 റുപ്പീസ് പോയി പെട്രോളിനായിട്ട്, ബാക്കി 400 കയ്യിലുണ്ട്. സോ ഇത് വെച്ചായിരിക്കും നമ്മൾ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യുന്ന പോകുന്നത്. ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഇതാ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു. ലൈം സോഡ 20 റുപ്പീസ്. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി ഗൈസ്. സോ എന്താന്ന് വെച്ചാൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം ആൻഡ് ഒരു സുവനീർ വാങ്ങിക്കണം ഗൈസ്. സുവനീർ എന്ന് പറയുന്നത് വർക്കലയിൽ നിന്ന് കിട്ടുന്ന, വർക്കല ഇരുന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് പോലെ. ഇപ്പൊ പുറത്തൊക്കെ വിദേശത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കില്ല, അതേപോലെ ഒരു സുവനീർ. പിന്നെ ഒരു ഫുഡ്, നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഫുഡ്, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലിൽ നിന്നായിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. സോ അത് ഞാൻ തപ്പുന്നുണ്ട്. വർക്കല ക്ലിഫിൽ തന്നെ ഏതെങ്കിലും
നല്ല നമുക്ക് വയറ് നിറയുന്നതായിട്ടും മനസ്സ് നിറയുന്നതായിട്ടും ആ ബീച്ച് ആംബിയൻസും എല്ലാം ഉള്ള. യെസ് ഗൈസ്, സോ ആഫ്റ്റർ ദിസ് ഐ ആം ജസ്റ്റ് ബാക്ക് ടു വർക്കല. സോ ഹലോ ഗൈസ്, ഇതാ നമ്മൾ വർക്കല എത്തി ഗൈസ്. വാട്ട് എ വ്യൂ, എന്റെ മോനെ അടിപൊളി വൈബാണ് ഗൈസ്. ഇവിടെ വന്നപ്പോ തന്നെ ഒരു വൈബ് കിട്ടി ഗൈസ്. സൂപ്പർ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഗോ ടു സ്പോട്ടാണ് എപ്പോഴും ബീച്ച്, അതിലും വർക്കല അടിപൊളിയാണ്. സോ ഇപ്പൊ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ പോകണം. ഇനി അടുത്തൊരു സുവനിയർ വാങ്ങിക്കണം. അടുത്തത് എല്ലാം നമുക്കെല്ലാം ചെയ്യാം ഗൈസ്. ഇനി അടുത്തത് ഓൺ ടു ദ വീഡിയോ. ഇപ്പോഴാണ് തുടങ്ങുന്നത് ഗൈസ്. വാവ്, സൂപ്പർ. ഇവിടെ ഫുള്ള് വേൾഡ് വൈബായും ഗൈസ്. എല്ലാ കൊടിയും തൂക്കിയിട്ടുണ്ട്. പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ആര് തൂക്കും? ആരെങ്കിലൊക്കെ തൂക്കും. എന്നാലും കൊള്ളാം ഗൈസ്, വൈബുണ്ട്. ഇവിടെ മൊത്തവും കഫയും ബഹളവുമാണ് ഗൈസ്. എനിക്ക് കണ്ടിട്ട് തോന്നണില്ല ഇവിടെ നമുക്ക് ബഡ്ജറ്റിന് ഫുഡ് കിട്ടുമെന്ന്. നോക്കാം ഗൈസ്. പുറത്താണെങ്കിൽ കടലും പുറത്താണെങ്കിൽ കഫകളും കടകളും. 500 രൂപയ്ക്ക് ഒതുക്കാം ഗൈസ്, ഒതുക്കും, നമ്മൾ ഒതുക്കും, എന്തായാലും ഒതുക്കും ഗൈസ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റ് കിട്ടി. ഇതാ ഇവിടുത്തെ ആംബിയൻസും നിങ്ങൾ ആ കടലൊക്കെ കാണുന്നില്ലേ? എന്തൊരു ആംബിയൻസ് ഗൈസ്. എന്നെ കാണാൻ പറ്റുന്നില്ലേ? ആ കടല് കാണാൻ വേണ്ടി ബ്രൈറ്റ്നസ് കുറച്ച്. ഓക്കെ ഗൈസ്, ഞാൻ മെനു ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ നമുക്ക് മെനു നോക്കാം. അല്ല ഗൈസ്, അത് ഒരു ഫേക്ക് റിയാക്ഷൻ ആയിരുന്നു, സോറി. നല്ല ഫേക്കായിരുന്നു അല്ലേ? മെനു പക്ഷെ ഇത് മെനു എക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. ഇത് വെജ് പോലും ഭയങ്കര റേറ്റ് ഗൈസ്. ഇത് എന്തോന്ന് 300 തുടക്കം. ഗൈസ് ആംബിയൻസ് വേണം, പക്ഷെ ബഡ്ജറ്റ് വേണമെന്ന് പറയുമ്പോൾ ഗൈസ് എന്ത് ചെയ്യാനാ? ഇവിടെ എല്ലാ കടയിലും ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ഞാൻ നോക്കിയതിൽ വെച്ച് കുറച്ച് മോഡറേറ്റ് ആയിട്ടിരുന്ന കട. നല്ല ആംബിയൻസ് ഉണ്ട് ഗൈസ്. ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ. സോ ഗായ്സ്, അങ്ങനെ കുറേ തപ്പിയിരുന്ന് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അത് വിത്തിൻ ബഡ്ജറ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൻ്റെ മെനു ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു. സോ ഞാൻ അവിടെ പോയിട്ട് ഞാനിപ്പോൾ പേര് പറയുന്നില്ല, കാരണം ആ റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ട് ഞാൻ പറയാം. അത് ഫുഡൊക്കെ കൊള്ളാമെങ്കിൽ ഞാൻ പറയാം. ഹലോ ഗായ്സ്, അറ്റ് ലാസ്റ്റ് ഞാനൊരു ഹോട്ടൽ അന്വേഷിച്ചിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. ഞാൻ തിരിഞ്ഞ് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാൻ ഫുഡൊന്ന് ഓർഡർ ചെയ്തിട്ട്. സോ നമ്മൾക്ക് ബാക്കി ഇപ്പം 380 റുപ്പീസ് ഉണ്ട്. സോ അതിനകത്താണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, 4 മട്ടറും 2 റൊട്ടിയും ഓർഡർ ചെയ്തു ഗൈസ്. സോ അത് വിത്തിൻ 250 റുപ്പീസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ബട്ട് ഞാൻ മറ്റേ കണ്ടല്ലോ, അവിടെ പോയതിനെക്കാട്ടിയും നല്ല വില കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഫുഡ് കൊള്ളാമെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റ് നെയിം കാണിച്ചു തരാം. സോ ഗൈസ്, നിങ്ങൾ ഈ ആംബിയൻസ് നോക്കിയേ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫീൽ അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഇവിടെ നിന്ന് നല്ല ആംബിയൻസ്, നല്ല കാറ്റും എല്ലാം ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. സോ ലെറ്റ് ദ ഫുഡ് കം ഗൈസ്. ഇതാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. 4 മട്ടറും റൊട്ടിയും. സോ യെസ്, ഞാനിത് കഴിച്ചിട്ട് ഇനി ബാക്കി. സോ ഗൈസ്, അടിപൊളി ഫുഡായിരുന്നു. വയറ് നിറഞ്ഞു. കുറച്ച് ക്ഷീണമാണ്, പക്ഷേ ഓക്കെ. എന്നാലും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പായി. സോ ഞാനാണെങ്കിൽ പറഞ്ഞിരുന്നു ഫുഡ് കൊള്ളായിരുന്നെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു തന്നതാണ്.
ഇതൊരു റിസോർട്ടിൽ ഇരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. സോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കഫ്ലിയോട്ടി റെസ്റ്റോറൻറ്റ്. സോ അത് വർക്കലയിൽ തന്നെയാണ്. നല്ല കിടിലം റിസോർട്ടാണ്. സോ കഫ്ലിയോട്ടി റെസ്റ്റോറൻറ്റ് എല്ലാവരും കുറച്ച് ബഡ്ജറ്റ്, നമ്മുടെ നാട്ടിലെ ഹോട്ടൽ പോലൊന്നും കിട്ടൂല, എന്നാലും ഇത് കൊള്ളാം ഗൈസ്. നല്ല ഫുഡായിരുന്നു. വയറും നിറഞ്ഞു. 200 രൂപയായി. സോ ബഡ്ജറ്റിൽ നിന്ന് 200 രൂപയും കൂടെ കുറഞ്ഞു. ബാക്കി 180 റുപ്പീസ്, 180 അല്ലേ? യെസ്, 180 റുപ്പീസും കൂടെ ഉണ്ട് ഗൈസ്. യെസ് ഗൈസ്, ഇത് കണ്ടോ? ഇതാണ് സുവനീഴ്സ്. ഇവിടെ ഉണ്ട്. എല്ലാം 100 ആണ് പറയുന്നത്. സോ ഇവിടെ 50 റുപ്പീസിനൊന്നും ഇല്ല ഗൈസ്. പക്ഷേ നല്ല സുവനീഴ്സാണ്. കളക്ട് ചെയ്ത് വയ്ക്കാം, കളക്റ്റബിൾസ് ഗൈസ്. സുവനീർ ഞാൻ ഇവിടെ എല്ലാ കടയിലും ചോദിച്ചു ഗൈസ്. ഇവിടെ എല്ലാ സ്റ്റാർട്ടിങ് 100 ആണ് പറയുന്നത്. സോ ഇവിടെ 50 റുപ്പീസിന് ഒന്നും കിട്ടുന്നില്ല. 50 റുപ്പീസിന് എടുത്താലേ ബാക്കി നമുക്ക് 130 കിട്ടുള്ളൂ. സോ 100 റുപ്പീസ് പെട്രോളിന് വേണം. സോ നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇവിടെ വേറൊരു സുവനീർ ഷോപ്പ് കണ്ട്. ഇവിടെ പോസ്റ്റ് കാർഡ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഞാൻ നോക്കട്ടെ ഗൈസ്. യെസ്, at last I was successful in finding a souvenir. ഗൈസ് അവിടെ ആ കടയിൽ കയറിയപ്പം വീഡിയോ എടുത്തുകൂടെന്ന് പറഞ്ഞു. സോ ഞാനാണെങ്കിൽ അവിടെ നിന്ന് സുവനീർ വാങ്ങിച്ചുകൊണ്ട് വന്നു. സുവനീർ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡ് പോലത്തെയാണ് ഗൈസ്. ബാക്കിൽ പോസ്റ്റ് കാർഡ് പോലെ. സോ പക്ഷേ വർക്കല ബീച്ചിൽ നിന്നൊക്കെ ഉണ്ട്, വർക്കല അതൊക്കെ ഉണ്ട്. സോ ഐ തിങ്ക് 50 റുപ്പീസ് ആണ് ഗൈസ്. ഇത് 50 റുപ്പീസ് നമ്മുടെ ബഡ്ജറ്റിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ഇനി ബാക്കി 130 റുപ്പീസ് ഉണ്ട്. 100 ആണ് ഞാൻ പെട്രോൾ വെച്ചിരിക്കുന്നത്. 30 റുപ്പീസ് ഐസ്ക്രീം എല്ലാം കഴിക്കാൻ ഗൈസ്. യെസ്, ഐ എം ഹാപ്പി ഗൈസ്. യെസ്, അടുത്തത് നമ്മൾ താഴെ ബീച്ചിലോട്ട് ഇറങ്ങാം. ഇവിടെ ക്ലിഫിന്ന് ബീച്ചിലോട്ട് ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് അടിപൊളിയാക്കാം ഗൈസ്. ഇവിടെ ഒരു പുള്ളിക്കാരൻ ഒരു പൂച്ച എടുത്ത് വെച്ചിട്ട് അതിനെ വിൽക്കാൻ നോക്കും. പറ്റിക്കുന്നത് ഗൈസ്. ബ്രോ യൂട്യൂബ് ചാനൽ ബ്രോ? ഇല്ല ബ്രോ, ഇപ്പൊ തുടങ്ങി. താങ്ക് യു ബ്രോ, മലയാളി ഫ്രം കേരള. സൂപ്പർ ബ്രോ, താങ്ക് യു. സോ ഗൈസ് അതാണ് ബീച്ച്, നിങ്ങൾ കണ്ടല്ലോ. സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഒരു ഇടവഴി കൂടെയാണ് എൻട്രൻസ്. ഇടവഴി കൂടെ പോകണം. ഇവിടെ പയ്യന്മാർ ഫുട്ബോൾ കളിക്കുന്ന ഗൈസ്. ഒട്ട ആംബിയൻസിലാണ് ഇവന്മാർ ഫുട്ബോൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. ചെറിയൊരു ഫുട്ബോളും കളിക്കുന്നുണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു ഷെയ്ഡിലിരിക്കുകയാണ്. പയ്യന്മാർ ഓപ്പോസിറ്റ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. സോ കുറച്ച് നേരം അത് കണ്ടിരിക്കാം. എന്നിട്ട് സൺസെറ്റ് ആകുമ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇതാ പയ്യന്മാർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാണ്ടാ 2 ചേട്ടന്മാർ ജോയിൻ ചെയ്ത് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് സ്പിരിറ്റ്. അവന്മാരോട് ഒന്ന് കളിക്കുന്നതാണ്ട. ഫുട്ബോൾ തിളപ്പാണ് ഗൈസ് ഇത്. ഗൈസ് എന്തായാലും സൺസെറ്റ് കുറച്ച് സമയമാകും. സോ അതുവരെ ഒന്ന് ബീച്ചിലൊന്ന് കയറാമെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു വള്ളി ഇട്ടിരിക്കുകയാണ് ഗൈസ്. സോ ബീച്ചിൽ അങ്ങോട്ട് ആർക്കും ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. അങ്ങോട്ട് ആരും ഇറങ്ങുന്നില്ല. പക്ഷേ ഇത് രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. ഇത് എങ്ങനെ പറഞ്ഞു തരാനാ? ഓ ആ കാറ്റും ഒരു ടോപ്പ് വ്യൂ ഗൈസ്. ഇവിടെ തന്നെ എങ്ങനെ നിൽക്കാൻ തോന്നും. കൊള്ളാം. യെസ് ഗൈസ്, ടയർഡായി. നമ്മൾ ഇത് പാർക്കിംഗ് ലോട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഗൈസ് സൺസെറ്റ് എനിക്ക് മര്യാദ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഭയങ്കര ക്ലൗഡി ആയിരുന്നു. സോ സൺസെറ്റ് ഇവിടെ എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, അവിടുത്തെ ആൾക്കാരൊക്കെ. സോ ഇതാ ബാലൻസ് എമൗണ്ട് 130 റുപ്പീസ് ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. സോ ഇനി 100 റുപ്പീസ് പെട്രോളിന് അടിക്കണം. യെസ് ഗൈസ്, സോറി സൺസെറ്റ് കാണിച്ചു തരാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് സൺസെറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ വേറെ ചാലഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ. സോ അടുത്ത പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട്
ഔട്ട്രോയിലോട്ട് നമുക്ക് പോവാം. സൂപ്പർ സൂപ്പർ ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഡേ ഫിനിഷായി, ചാലഞ്ച് ഫിനിഷായി. വി ആർ സക്സസ്ഫുൾ ഇൻ ദ ചാലഞ്ച്. യെസ് ഗൈസ്, നമ്മൾ അതാ 500 രൂപയ്ക്കകത്ത് തന്നെ വർക്കല പോയിട്ട് വന്നിരിക്കുന്നു. 200 രൂപ പെട്രോളിന്, പിന്നെ 50 rupees ഫോർ ദ ലൈം സോഡ, 200 rupees ഫോർ ദ ഫുഡ് ആൻഡ് 50 rupees ഫോർ ദ സുവനിയർ. ആൻഡ് ബാലൻസ് ആയിട്ട് നമുക്ക് 30 rupees ഉണ്ട് ഗൈസ് കയ്യിൽ. സോ യെസ് ഗൈസ്, actually it's not about the budget guys, it's about the memories you create. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ കുറവായിട്ടുള്ള ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളങ്ങോട്ട് പോകുന്നതും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത്, അവിടെ വെച്ച് ആൾക്കാരെ പരിചയപ്പെട്ടതും, പിന്നെ അവരെ അവിടെ ഫുട്ബോൾ കളിച്ചതും അതൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നു. സോ ദാറ്റ്സ് മൈ തോട്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്ത് എന്ത് ചാലഞ്ച് ചെയ്യണം, സോ ഏത് സ്ഥലത്ത് പോകണം, വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചാലഞ്ച് ചെയ്യണോ, എന്ത് വേണമെന്ന് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ദിസ് ഇസ് മൈ ന്യൂ വീഡിയോ. ഇതിനു മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ വീഡിയോ. സോ ഐ നോ ഇറ്റ്, ബട്ട് യെസ് ഗൈസ്, ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ മലയാളി ഫ്രം കേരള. ഓക്കെ ഗൈസ്, ബൈ.